വരമ്പതിയിൽ തുടങ്ങി കൂനിച്ചിയിൽ അവസാനിക്കുന്ന ഇവിടുത്തെ മലനിരകളിൽ ഉയരം കൊണ്ട് മുന്തിയവനാണ് വില്ലൂന്നി. കൂനിച്ചിയിലോ കുരിശുമലയിലോ ഒരിക്കലെങ്കിലും വന്ന ഒരാൾ തലപ്പൊക്കം കൊണ്ടും മുടൽവണ്ണം കൊണ്ടും മുന്തിയ വില്ലൂന്നിയെയും കൊണ്ടകെട്ടിയെയും കാൽച്ചുവട്ടിലാക്കാൻ ഒരു ശ്രമം നടത്തിയില്ലെങ്കിലേ അത്ഭുതം പറയാനുള്ളൂ. അതിനു തന്നെ ഇറങ്ങിയതാണ്. പക്ഷേ ചെറുതായൊന്ന് പാളിപ്പോയി. കൊണ്ടകെട്ടിയിലേക്കാണ് പോയത്. എത്തിയത് വില്ലൂന്നിയിലും. ഇത്തവണ കുരിശുമല പരമ്പരാഗത തീർത്ഥാടന പാതയിലൂടെയാണ് പോയത്. പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചാണ് യാത്ര. മൂന്നാമത് ചെറിയ കോൺക്രീറ്റ് കുരിശ് കഴിഞ്ഞ് ഇടത്തേക്ക് ചെറിയൊരു നടപ്പുവഴി കണ്ട് അതിലൂടെ കയറി. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ കൊണ്ടകെട്ടിയിലേക്ക് നീളുന്ന പാതയായിരിക്കാമെന്ന് തോന്നിയതുകൊണ്ടാണ് അതുവഴി പോയത്. എന്നാൽ ആ പാത നമ്മെ കൊണ്ടെത്തിച്ചത് കുരിശുമലയുടെയും വില്ലൂന്നിയുടെയും ഇടുക്കിലേക്കായിരുന്നു. പത്തുകാണി വഴി വന്നാലും ഈ മലയിടുക്കിലേക്കാണ് എത്തിച്ചേരുക. കുരിശുമല തുഞ്ചത്ത് നിന്ന് കണ്ട കൊക്കയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് ആലോചിക്കുന്നത് തന്നെ ഒരു രസമാണ്. ഇനിയുള്ള യാത്ര തികച്ചും അപകടം നിറഞ്ഞതാണ്. ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ചുകൂടി കയറിയാൽ വഴിമുടക്കി നിൽക്കുന്ന ഒരു പാറയായി. അതിൻ്റെ വിടവിലൂടെയോ അല്ലെങ്കിൽ പുറത്തുകൂടെയോ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാവുന്നതാണ്. വിടവിലൂടെ തന്നെ കയറുന്നതാണ് നല്ലത്. കാരണം പാറയുടെ പുറത്തുകൂടി കയറുമ്പോൾ ഒന്ന് പാളിയാൽ വീഴുക 10,000-2,500 അടി താഴേക്കായിരിക്കും. അത് കയറിക്കൂടിയാൽ പിന്നീട് പാറകൾക്ക് മുകളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. വളരെ ഇടുങ്ങിയ പാറക്കെട്ടുകളാണ്. കൊക്കയോട് ചേർന്നും അല്പം സഞ്ചരിക്കണം. വഴിയായിട്ട് ഒന്നും തന്നെയില്ല. മുൻപ് പോയവർ സഞ്ചരിച്ച പാതകൾ അവിടെയായി തെളിഞ്ഞു കിടപ്പുണ്ട്.
ചിലയിടങ്ങളിൽ ഒരാൾ പൊക്കത്തിൽ പുല്ലുണ്ടായിരുന്നു. അതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഏറ്റവും ഉയരക്കൂടുതലുള്ള വില്ലൂന്നിയുടെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. നീളത്തിലുള്ള വീതി കുറഞ്ഞ ഉപരിതലമാണ് വില്ലൂന്നിക്കുള്ളത്. കൊണ്ടകെട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് വില്ലൂന്നിക്ക് ഏറ്റവും കൂടുതൽ ഉയരം. പൊക്കക്കാരനായ വില്ലൂന്നിയുടെ ഉയരെ നിൽക്കുമ്പോഴും കീഴടങ്ങാതെ നിൽക്കുന്ന കൊണ്ടകെട്ടി നമ്മെ നോക്കി പരിഹസിക്കുന്നുണ്ട്. വില്ലൂന്നിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തു നിന്ന് കൊണ്ടകെട്ടി ലക്ഷ്യം വെച്ച് താഴേക്കിറങ്ങി. വളരെ സ്റ്റീപ്പായുള്ള ഇറക്കമാണ്. സൂയിസൈഡ് പോയിന്റ് പോലെ 90 ഡിഗ്രി കട്ടിങ്ങുള്ള ഭാഗങ്ങളുമുണ്ട്. താഴ്ഭാഗം വ്യക്തമായി കാണാൻ കൂടെ കഴിയുന്നില്ല. കുറച്ചുകൂടെ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇനിയും പോയാൽ പാലക്കാടുള്ള ബാബുവിൻ്റെ അവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നൊന്നും നോക്കിയില്ല. ഒരു വരവ് കൂടി വരുന്നുണ്ട് എന്ന് കൊണ്ടകെട്ടിക്ക് നേരെ ഒരു ഭീഷണിയും മുഴക്കി തിരിച്ചു കയറി. തമാശ എന്താണെന്നാൽ മലമൂട്ടിലെ താമസക്കാരോട് കൊണ്ടകെട്ടി, വില്ലൂന്നി എന്നിവയെക്കുറിച്ചോ അങ്ങോട്ടേക്കുള്ള വഴിയെക്കുറിച്ചോ ചോദിച്ചാൽ ഈ പേരുകൾ കേട്ടറിവ് പോലും ഇല്ലാത്ത പോലാണ് പ്രതികരണങ്ങൾ. എന്താണെന്നറിയില്ല.